സർ, നമ്മൾ രേഖാശാസ്ത്രത്തിൽ കഴിഞ്ഞ ആഴ്ച ബുദ്ധിരേഖയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഏത് രേഖയെക്കുറിച്ചാണ് പറയുന്നത്? ബുദ്ധിരേഖയെക്കുറിച്ച് പറഞ്ഞു. ബുദ്ധിരേഖ പോലെ വളരെ പ്രാധാന്യമേറിയ രേഖയാണ് ഇന്ന് പറയാൻ പോകുന്നതും ഹൃദയരേഖ. ഹൃദയരേഖ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹൃദയരേഖ. ഹൃദയരേഖ ഞാൻ പിക്ചറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ വിരലുകളുടെ താഴെ ഭാഗത്ത് കാണുന്ന ആദ്യത്തെ ലൈനാണ് ഹൃദയരേഖ. അപ്പോൾ ഹൃദയരേഖയ്ക്ക് വളരെ പ്രത്യേകതയുള്ള രേഖയാണ്. പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയശുദ്ധിയെ കാണിക്കുന്ന രേഖയാണ് ഹൃദയരേഖ. നമുക്ക് ഹൃദയരേഖ മാത്രം നോക്കിയാൽ മതി. നമുക്കൊരു സുഹൃത്തിനെ കിട്ടി, പെട്ടെന്ന് ചിലർ സുഹൃത്തുക്കൾ പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് അവർ നമ്മളെ പണിഞ്ഞിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടിയത് സുഹൃത്താണോ അല്ലെങ്കിൽ വെറും പരിചയക്കാരനാണോ എന്ന് തീരുമാനിക്കേണ്ട ഇത് നമ്മൾ തന്നെയാണ്. ഇപ്പോൾ സുഹൃത്താക്കി അവനെ എടുക്കണമെങ്കിൽ നമ്മളുടെ സൗഹൃദം പങ്കുവയ്ക്കുന്നവൻ അല്ലെങ്കിൽ നമ്മളുടെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്നവൻ സുഹൃത്ത്. മറ്റവരെല്ലാം പരിചയക്കാരാണ്. ആളുകളെല്ലാം പരിചയക്കാരെയും സുഹൃത്തെന്ന് പറയും. ഒരിക്കലും അല്ല. ഒരു യഥാർത്ഥ സുഹൃത്ത് നമ്മളുടെ എന്ത് സുഖ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കുന്നവനാണ്. അങ്ങനെ ഒരു സുഹൃത്തിനെ നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടി വളരെ എളുപ്പം മനസ്സിലാക്കാവുന്നതാണ്. അവൻ്റെ കൈ രഹസ്യമായിട്ടെങ്കിലും ഇങ്ങനെ നോക്കിയാൽ മതി, ഹൃദയരേഖ. അപ്പോൾ ഈ ഹൃദയരേഖ നോക്കുമ്പോൾ ചില കൈകളിലാവിട്ട് ഹൃദയരേഖ വളഞ്ഞ് പൊളഞ്ഞ് പാമ്പ് പോലെ കിടക്കും. അപ്പോൾ ഹൃദയരേഖ നമുക്ക് നോക്കുമ്പോൾ ഹൃദയരേഖ നേരെയല്ലാതെ ഇങ്ങനെ പാമ്പിൻ്റെ രൂപത്തിൽ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കും. അങ്ങനെ കിടക്കുന്നവന് നമുക്ക് സുഹൃത്തായി അവൻ അടുത്ത് വന്നാൽ പെട്ടെന്ന് മുങ്ങിക്കൊള്ളുക. കാരണം അവൻ അവസരവാദിയെന്നും അവൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മളെ സ്നേഹിക്കുന്നവനെന്നും കാണിച്ചു തരുന്നതാണ് അവൻ്റെ കയ്യിലൂടെ ഹൃദയരേഖ പാമ്പിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ ഒരു സ്ഥിരതയില്ലാത്തവനാണ്. അവന് സ്ഥിരമായി ആരുടെ കൂടെയും സ്നേഹം ഉണ്ടാകത്തില്ല. അവൻ ആരുടെ കൂടെയും സ്നേഹം കാണും. അപ്പോൾ അത് വീട്ടിലുള്ളവരുടെ ആയാലും ശരി, സുഹൃത്തുക്കളുടെ ആയാലും ശരി, കല്യാണം കഴിഞ്ഞവരുടെ ഭാര്യയുടെ ആയാലും ശരി, സ്ത്രീയുടെ കയ്യിലാണെങ്കിൽ ഭർത്താവിൻ്റെ ആയാലും ശരി, അവർക്ക് സ്നേഹം കാണത്തില്ല. അവർ അങ്ങനെ അവരുടെ കാര്യങ്ങൾ നേരെ നടക്കാൻ വേണ്ടി ഓരോ ആളുകളെ സ്നേഹം നടിച്ച് കൊണ്ടുപോകുമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ആളിനെ വളരെ ഡേഞ്ചറായിട്ട്, വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. അങ്ങനെ പാമ്പിൻ്റെ രൂപത്തിലൊക്കെ ഹൃദയരേഖ എങ്കിലും കാണാറുണ്ട്. അപ്പോൾ ആ ഹൃദയരേഖയ്ക്ക് മറ്റൊരു പ്രത്യേകത, ഹൃദയരേഖ ഒരു കയ്യിൽ നേരെ വരച്ച് വച്ചിരിക്കും. നേരെ എന്ന് പറയുമ്പോൾ ഹൃദയരേഖ വലിയ വളവോ ചെറിയ വളവൊക്കെ എല്ലാ രേഖയ്ക്കും ഉണ്ടാവും. അതല്ലാതെ ഹൃദയരേഖ നേരെ വരച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ ഹൃദയശുദ്ധി ഉള്ളവനും അവനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനും നേര് വഴി ചിന്തിക്കുന്നവനാണെന്നും പറയണം. അപ്പോൾ ചില കൈകളിലാവട്ടെ ഹൃദയരേഖ ഈ വ്യാഴൻ്റെ ചുവട് ഭാഗത്ത് വെച്ച് രണ്ടായി പിരിഞ്ഞിരിക്കും. ഹൃദയരേഖയ്ക്ക് രണ്ട് ശാഖ കാണും. മിക്ക കൈകളിൽ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ കാണും. അത്തരം കൈക്കാർ രണ്ട് തരം സ്വഭാവം ഉണ്ടെന്നാണ്. അവർക്ക് രണ്ട് തരം സ്വഭാവമുണ്ട്. രണ്ട് തരം സ്വഭാവം എന്ന് പറയുമ്പോൾ വളരെ സ്നേഹമുള്ളവരാണ് അവർ. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളിന് വേണ്ടി എന്ത് സഹായവും ചെയ്യും. നമ്മൾ ചില ആളുകൾ നമ്മൾ നോക്കിയാൽ തന്നെ അവർ ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായം വേണോ അവർ ചെയ്യും. മറ്റൊന്ന്, അവർ ഒരാളുമായിട്ട് തെറ്റിയാൽ അല്ലെങ്കിൽ അവരുടെ സൗഹൃദം നഷ്ടപ്പെട്ടാൽ പിന്നെ അവർക്ക് ആ വ്യക്തിയെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അവരുമായി സഹകരിക്കാനോ ആ ഭാഗത്ത് തന്നെ തിരിഞ്ഞു നോക്കൂലെന്നാണ്. അപ്പോൾ നമ്മൾ ആ സ്ഥലം കണ്ടാൽ തന്നെ ആളിനെ കണ്ടാൽ തന്നെ വേറെ വാക്ക് തിരിഞ്ഞു പോകും. അത്തരം കാര്യം മറ്റൊരാളുടെ ബാക്കിൽ നടന്ന് ഉപദ്രവിക്കുകയോ മറ്റൊരാളിനെ ദ്രോഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ ആ ബന്ധം തന്നെ അവർ വേണ്ടെന്ന് വെക്കുന്ന പ്രവണത വരും. അങ്ങനെ രണ്ട് തരം സ്വഭാവം, നല്ല സ്വഭാവവും പെട്ടെന്ന് അതുപോലെ ചീത്ത സ്വഭാവമാവും. അതുവരെ വാഴ്ത്തി പറഞ്ഞവർ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അവരെക്കുറിച്ച് പിന്നെ ഒന്നും മിണ്ടത്തില്ല, സൈലൻ്റ് ആയിട്ട്. അപ്പോൾ ഹൃദയരേഖയിൽ വന്ന ആ ബ്രാഞ്ച് പോലും ആ വ്യക്തിയുടെ സ്വഭാവത്തെ സാരമായി ബാധിക്കും. മറ്റൊന്ന്, ഹൃദയരേഖയിൽ ചില കൈകളിലാവിട്ട് ഹൃദയരേഖ ചങ്ങല രൂപത്തിൽ കാണപ്പെടും. അപ്പോൾ നമ്മൾ ചങ്ങല കിടക്കുന്നത് പോലെ ഹൃദയരേഖ കാണപ്പെടും. അതും വളരെ ശ്രദ്ധിക്കേണ്ട എന്നാണ്. അത് ഹൃദയ സംബന്ധമായ രോഗത്തെ മാത്രം സൂചിപ്പിക്കുന്നതല്ല. രോഗാവസ്ഥയിൽ ആസ്മാറ്റിക് കംപ്ലൈൻറ്റിനെ സൂചിപ്പിക്കുന്നതാണ്.
ശ്വാസകോശ സംബന്ധമായ അസുഖം അവർക്ക് പിടിപെടുമെന്നും അത് പിടിപെടുന്ന മാത്രമല്ല അതിൽ നിന്ന് ആ വ്യക്തി മുക്തനാവൂല എന്നും കാണിക്കുന്നതാണ്. നമ്മൾ തന്നെ ചില രോഗങ്ങളായിട്ട് ആളുകൾ വരുമ്പോൾ ആ ആസ്മ രോഗം മാറുന്നില്ല എന്ന് പറഞ്ഞ് വരുമ്പോൾ അവരെ കൈയും കൂടി പരിശോധിക്കുമ്പോൾ ആ കയ്യിൽ തുടലടയാളത്തിൽ ഹൃദയരേഖ കാണുകയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരിക്കലും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അവരെ കയ്യിൽ ഈശ്വരൻ എഴുതി വെച്ചിരിക്കുകയാണ് ഈ രോഗം അവസാനം വരെ അയാളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് കാണിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഹൃദയരേഖ സ്വഭാവത്തെ മാത്രമല്ല നമ്മളുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖത്തെയും കൂടി സൂചിപ്പിക്കുന്നതാണ്. ഹൃദയരേഖയിൽ പുള്ളി വരിക, ഹൃദയരേഖയ്ക്ക് മുറിവ് സംഭവിക്കുക, ഐലൻഡ് അടയാളം വരും. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഹൃദയരേഖയിൽ ഐലൻഡ് അടയാളം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വീറ്റ് അടയാളം വരും. അപ്പോൾ ഈ വീറ്റ് അടയാളം വരികയാണെങ്കിൽ അത് നിസാര ഭാവത്തിൽ കാണരുത്. കുഞ്ഞു കുട്ടിയോട്ട് എത്ര മുതിർന്നവർക്ക് വരെ അസുഖങ്ങൾ വരാം, ഇന്ന പ്രായത്തിലായാലേ അസുഖം വരാവൂ എന്നല്ല. അപ്പോൾ ഹൃദയരേഖയിൽ നമ്മൾ ഹൃദയരേഖയിൽ വീറ്റടയാളമോ അല്ലെങ്കിൽ ഐലൻഡോ ഫാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ഹൃദയരോഗമായിട്ട് കാണരുത്. ശനിമണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിലെ ഏറ്റവും നടുവിരൽ, ഏറ്റവും നീളമേറിയ വിരലിൻ്റെ താഴ്ഭാഗത്ത് ഹൃദയരേഖയിൽ ശരിക്ക് ഐലൻഡോ വീറ്റടയാളമോ വരികയാണെങ്കിൽ അവന് ഹൃദയരോഗം വരാനിടയുണ്ട് എന്ന് ദൈവം മുന്നറിയിപ്പ് തരുന്നതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? ഹൃദയ സംബന്ധമായ അസുഖം വരാനുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കണം. ആഹാരം കൺട്രോൾ ചെയ്യണം, കൊഴുപ്പ് ആഹാരങ്ങൾ കുറയ്ക്കണം, ഷുഗർ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷനെ, ബ്ലഡിൻ്റെ സന്തുലനാവസ്ഥയെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ നമ്മൾ അതിജീവിക്കാനുള്ള ശ്രമം നടത്തിക്കൊള്ളുക, എക്സസൈസൊക്കെ ചെയ്ത് കൊണ്ടുപോകണം. അതുപോലെ സൂര്യവിരൽ, നമ്മളെ മോതിരവിരലിൻ്റെ നേരെ താഴെ ഭാഗത്ത് വെച്ച് ഹൃദയരേഖയിൽ ഐലൻഡോ അല്ലെങ്കിൽ വീറ്റടയാളമോ കാണുകയാണെങ്കിൽ അത് ഉദര സംബന്ധമായ രോഗത്തെ സൂചിപ്പിക്കുന്നത്, അത് ഹാർട്ടിനെ ബാധിക്കുന്നതല്ല. നിങ്ങൾക്ക് വയറിന് കംപ്ലൈൻറ്റ് വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അത് ഗ്യാസ് സംബന്ധമായിട്ട് അസുഖമാവാം, ഏതെങ്കിലും രീതിയിൽ ഉദര രോഗത്താൽ പീഡിതമാകും എന്ന് മുന്നറിയിപ്പ് തരുന്നതാണ്. അതുപോലെ ഹൃദയരേഖ ഏതെങ്കിലും ഭാഗത്ത് വെച്ച് ഹൃദയരേഖയ്ക്ക് മുറിവ് സംഭവിക്കും. പെട്ടെന്ന് ഹൃദയരേഖ വിട്ടു നിൽക്കും. ചില കൈകളിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം, ആ രേഖ ഇങ്ങനെ മുറിഞ്ഞ് അകന്ന് നിൽക്കും. ചില കൈകളിലാവട്ടെ അത് ഓവർലാപ്പ് ചെയ്ത് പോവുകയും ചെയ്യും. ഈ മുറിഞ്ഞു നിൽക്കുന്ന വേള വളരെ സൂക്ഷിക്കണം. അവർക്ക് അസുഖാവസ്ഥയെയും അല്ലെങ്കിൽ തന്നെ അവർക്ക് അപകട സാധ്യതയെയും സൂചിപ്പിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ ആയുസ് രേഖയും കൂടി പരിശോധിക്കുക. ആയുസ് രേഖ സ്ട്രോങ് ആയി കിടക്കുകയാണെങ്കിൽ ഏതെങ്കിലും അസുഖത്താൽ, നെഞ്ചുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള അസുഖത്താൽ ഹോസ്പിറ്റലൈസ് ചെയ്യാതെ വരുമെന്ന് കാണിക്കുന്നതാണ്. അതേപോലെ തന്നെ ശനിമണ്ഡലത്തിന് താഴെ വച്ചിട്ട് ഹൃദയരേഖയിൽ നീലപ്പുള്ളി വരും. വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അത് കരൾ രോഗത്തെ സൂചിപ്പിക്കുന്നതാണ്. കാരണം കള്ളൊക്കെ കുടിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ നോക്കുന്നത് നന്നായിരിക്കും. കാരണം ആ മണ്ഡലത്തിൽ കറുത്ത അല്ലെങ്കിൽ നീലപ്പുള്ളി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലിവറിനെ ദോഷം ബാധിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊള്ളുക എന്ന് ദൈവം മുന്നറിയിപ്പ് തരുന്നതാണ്. അപ്പോൾ അത് മദ്യപാനമൊന്നും ഇല്ലാത്തവർക്ക് വരാറുണ്ട്. കാരണം മഞ്ഞപ്പിത്തമോ അതുപോലെയൊക്കെ ചെറുപ്രായത്തിൽ ജോണ്ടിസൊക്കെ വന്നിട്ടുള്ളവർക്ക് അത് കാലാന്തരത്തിൽ ലിവറിനെ സാരമായി ബാധിക്കാനിട വരുന്നതായും അതിൻ്റെ വേംസ് ശരീരത്തിൽ നിന്ന് പോകാതെ കിടക്കുന്നതായും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹൃദയരേഖയിൽ അതേപോലെ തന്നെ കറുത്ത പുള്ളി എവിടെ വരുന്നതും ദോഷസൂചനയാണ്. ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഹൃദയരേഖയിൽ കറുത്ത പുള്ളി വരുന്നത് നമുക്ക് ഹൃദയത്തിൽ ബ്ലോക്കുകൾ വരാൻ ഇടയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഹൃദയരേഖയിൽ വരുന്ന പുള്ളി നിസ്സാരമായി കാണരുത്. അയ്യോ കറുത്ത പുള്ളി കണ്ടു, മറ്റ് മണ്ഡലങ്ങളിലും കൈകളിലും കാണുന്നത് ദുഃഖസൂചകമായ അവസ്ഥ, നമുക്ക് അപഖ്യാതി, അതുപോലെ അല്ല. അത് ശരിക്ക് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകാൻ, ഹൃദയത്തിലെ വാൽവുകളിലേക്ക് നമുക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഓക്കെ അല്ല എന്ന് മെഡിക്കൽ ഫാർമസിയിലൂടെ സൂചിപ്പിക്കുന്നതാണ്. നമ്മളെ കയ്യിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ വെളുത്ത പുള്ളിയും ഹൃദയരേഖയിൽ വരുന്നത് അവർക്ക് ഹൃദയശുദ്ധിയെയും സന്തോഷപ്രദമായ അവസ്ഥകൾ, നമുക്ക് മനസ്സിന് ഹൃദയാഹ്ലാദം ഉണ്ടാകുന്ന അവസ്ഥകൾ വരാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതുമാണ്. അങ്ങനെ ഐശ്വര്യബലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ഹൃദയരേഖയിൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, ആ വ്യക്തി ആരാണ്, അവൻ നല്ലവനാണോ, അവൻ സ്വഭാവത്തിൽ എങ്ങനെയാണ്, അവനെ നമുക്ക് സഹകരിക്കാൻ കൊള്ളാമോ എന്നൊക്കെ ഒരു രേഖ നോക്കിയിട്ട് മനസ്സിലാക്കാമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. മഹർഷിമാരെ എഴുതി വച്ചിരിക്കുക.
മറ്റൊന്ന് നമ്മളെ രോഗാവസ്ഥയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഹൃദയരേഖ. അപ്പോൾ ഒരു ഹൃദയവുമായി നെഞ്ചുമായി ബന്ധപ്പെട്ട കുറേ രോഗങ്ങളെ കാണിക്കുന്ന ഒരു ലയനാണ് ശരിക്ക് ഹൃദയരേഖ. അപ്പോൾ ആ രേഖ കുഞ്ഞുകുട്ടിയാവട്ടെ മുതിർന്നവരാവട്ടെ നിങ്ങളെ കൈ ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് ആ രേഖ ഒന്ന് പരിശോധിക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. പല വിപത്തുകളിൽ നമുക്ക് പോകാതെ അതിൽ നിന്ന് അതിജീവിച്ച് പോകാൻ മുന്നേ കൂട്ടി മനസ്സിലാക്കാനായിട്ട് എന്ത് വിപത്ത് വന്നാലും ദൈവം നമ്മളെ അറിയിക്കുമെന്നാണ്, നമ്മൾ അറിയുന്നില്ല അത് മാത്രം. അപ്പോൾ അത്രയും മുന്നറിയിപ്പ് തരുന്ന ഒരു ലയനം കൂടി ആയതുകൊണ്ടാണ് ആ രേഖയ്ക്ക് വളരെ പ്രാധാന്യമെന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ നമ്മളെ മക്കളുടെ കൈയാവട്ടെ രക്ഷകർത്താക്കൾ പരിശോധിച്ച് നോക്കുക. അതേപോലെ അമ്മമാരാവട്ടെ ഭർത്താവിൻ്റെയോ അതുപോലെ ബന്ധുക്കളെ കൈ പരിശോധിക്കുക. എന്തെങ്കിലും ഇതുപോലെ നീലപ്പുള്ളിയോ ഒക്കെ വരാനുണ്ടെങ്കിൽ ലിവർ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ദോഷഭാവങ്ങളെ നമുക്ക് മുന്നറിയിപ്പ് തരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിജീവിക്കാൻ കഴിയും ചെയ്യും.